പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ അർജന്റീന എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഉക്രൈനെ പരാജയപ്പെടുത്തിയിരുന്നു. രണ്ടാം പകുതിയിൽ എച്ചവേരി, അൽമേഡ ഈ 2 താരങ്ങളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ അൽമേഡയിലൂടെയാണ് അർജന്റീന ആദ്യം ലീഡ് എടുത്തത്. പിന്നെ പകരക്കാരനായി വന്ന എച്ചവേരിയാണ് അർജന്റീനയ്ക്ക് വേണ്ടി രണ്ടാമത് ഗോൾ സ്കോർ ചെയ്തത്. എന്തായാലും നിലവിൽ ബി ഗ്രൂപ്പിൽ നിന്നും രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് അർജന്റീന പാരീസ് ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവർക്ക് എതിരാളികളായി വരാനുള്ള സാധ്യത കൂടുതലായിട്ടും ഫ്രാൻസ് ആയിരിക്കും. നിലവിൽ ഒളിമ്പിക്സ് ഫുട്ബോളിൽ എ ഗ്രൂപ്പിൽ ഫ്രാൻസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. നിലവിൽ 2 മത്സരങ്ങളിൽ നിന്നും 6 പോയിന്റുമായി ഫ്രാൻസ് ഒന്നാം സ്ഥാനത്താണ്. അമേരിക്കക്ക് നിലവിൽ 2 മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റുമാണ്. ഇരു ടീമുകൾക്കും ഓരോ മത്സരം കൂടി ബാക്കിയുണ്ട്. എന്തായാലും ഒരു ഫ്രാൻസ് അർജന്റീന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വരാനാണ് സാധ്യത. എന്തായാലും നിലവിൽ അർജന്റീന ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ. എന്തായാലും ശക്തരായ ഫ്രാൻസും അതുപോലെ അർജന്റീനയും തമ്മിലുള്ള ഒരു ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. എ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി ഫ്രാൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബി ഗ്രൂപ്പിൽ നിലവിൽ അർജന്റീന രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. മൊറോക്കോ ഇന്ന് ഇറാഖിനെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളിന് വിജയിച്ചതോടെയാണ് അർജന്റീന ബി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായത്. എന്നാൽ പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫ്രാൻസ് അർജന്റീന ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വരും. എന്തായാലും കാത്തിരുന്ന് കാണാം ഒരു അർജന്റീന ഫാൻസിന്റെ ആവേശകര അല്ലെങ്കിൽ അർജന്റീന ഫ്രാൻസ് ഒരു ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം.